ഞാന് ട്രോൾ സെക്ഷൻ അങ്ങ് നിറഞ്ഞു കിടക്കുവാണല്ലോടാ. നമുക്കിന്ന് ട്രോൾ സെക്ഷൻ അങ്ങ് നിറഞ്ഞു കിടക്കുവാണല്ലോടാ കുട്ടാ. എടാ ചത്ത മിണ്ടാണ്ടിരുന്നോണം, മനസ്സിലായാ? ചത്ത വാ തുറക്കരുത്, മനസ്സിലായാ? വാ തുറക്കരുത്, മിണ്ടാതെ ഇരുന്നോളാം ചത്ത. ഇതൊക്കെ എനിക്ക് പറയണമെന്നുള്ള അതൊന്നും പ്രശ്നമില്ല, അതൊന്നും പ്രശ്നമില്ല. അണ്ണന്റെ മനസ്സിൽ ഇപ്പോഴും ഗെയിമാണ് വലുത്, മനസ്സിലായോ? പുറത്തവ ഇറങ്ങിയിട്ടില്ല. അവ ഇപ്പോഴും വാസോട്ടനായിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പോഴും ഈ പെമ്പിള്ളേരെ കേസ് വെച്ച് പറയുമ്പോഴേ ടിവിയെ ഓരോ പെമ്പിള്ളേരെ എന്തൊക്കെ പറഞ്ഞിട്ട് അവര് സിറ്റിയിൽ വരാത്ത കേസായിട്ടുള്ള കുറച്ച് പേര് പെമ്പിള്ളേരെ കേസൊക്കെ സംസാരിച്ചു. ഇത് ലൈവ് സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. പെമ്പിള്ളേരെ കേസൊക്കെ നമ്മൾ സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തിട്ടുണ്ട്. അവരെന്ത് പറയണോ നമ്മളെ ട്രിഗർ ചെയ്യാൻ വേണ്ടിട്ട്? ഇത് പറയട്ടെ, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? ഇതിനൊക്കെ റിപ്ലൈ പറയല്ലേ ഗൈസ്, നിങ്ങൾ കാണുന്നല്ലേ ലൈവ്? നമുക്ക് ബാക്കി ഒരു ദിവസം കൊണ്ട് എന്തോരം കണ്ടന്റ് വന്നേ. ആരാ ചന്ദ്രനെ പറ്റി എന്താ പറയാനുള്ളതെന്നാ? ചന്ദ്രനെ പറ്റി എന്താടാ? എടാ എനിക്ക് ചന്ദ്രനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. പൂർണിമോൻ നിന്റെ തന്ത പുണ്ടച്ചി മോനെ. ചന്ദ്രനെ പറ്റി പറയാനേ അല്ലടാ, അവ അകത്ത് മാത്രമേ അവ പിന്നെ പറയുന്നുണ്ടാ. അത് പിന്നെ നമുക്ക് സീൻ അകത്ത് പറ്റിയ സിറ്റുവേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ പറയട്ടെ. പുറത്തിറങ്ങിയിട്ട് ഇത് കണ്ടവന്റെ തന്തയ്ക്കും തള്ളക്കൊക്കെ കണ്ടവന്റെ തന്തയ്ക്കും തള്ളക്കൊക്കെ തിരിച്ചും കേൾക്കുന്നു. ആരടാ തെറി വിളിച്ചേ? അത് പേരെന്താടാ? ഋത്തിക്കാണാ? പറ്റിയ സിറ്റുവേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ തന്നെയാണോ വിളിച്ചത്? മാറിപ്പോണുണ്ടല്ലോ. ചന്ദ്രനെ പറ്റി എന്താ പറയാനുള്ളതെന്നാ? ചന്ദ്രനെ പറ്റി എന്താടാ? ആരാ പറഞ്ഞേ? ഡൊമിനിക്. എടാ എനിക്ക് ചന്ദ്രനെ പറ്റി ഡൊമിനിക്ക പലതൊക്കെ ഉണ്ടായ പരപ്പുണ്ടച്ചി മോനെ. നീ ആദ്യം രണ്ടു കാലിൽ നിന്നിട്ട് സംസാരിച്ചു, മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ ഈക്വലേ. ഇപ്പൊ നീ എന്നെ നിന്റെ ലൈവിൽ വിളിച്ചു, ഞാൻ എന്റെ ലൈവിൽ വിളിച്ചു. ഈ പ്രശ്നം നമ്മൾ ഇവിടെ തീർക്കുവാണ്. ഇനി നീ വിളിച്ചാ ഞാൻ വീണ്ടും തിരിച്ചു വിളിക്കും. നീ വിളിക്കുന്നതിന് ഞാൻ 10 ഇരട്ടി വിളിക്കും, നീ 15 ഇരട്ടി വിളിക്കും, ഞാൻ 20 ഇരട്ടി വിളിക്കും. ഇതിങ്ങനെ മാറി പൊക്കോണ്ടിരിക്കും. അതുകൊണ്ട് നമുക്കിത് ഇവിടെ നടത്താം. നീ വിളിച്ചു, ഞാൻ വിളിച്ചു, പരിപാടി കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഓക്കെ, ശരി കൂതി മോനെ, ഇനി പറയല്ലേ? ശരി. പ്രോപ്പറായിട്ട് ആ സാധനം എന്റെ ലൈവ് കിടപ്പുണ്ട്. അവൻ എന്താ കാണിച്ചതെന്ന് ഞാൻ അതിൽ എന്താ അവന്മാർക്ക് എന്താണ് അവന്മാര് വള്ളി പിടിക്കാനാണ് വന്നതെന്ന് അവന്മാര് 100% അവന്മാര് സമ്മതിച്ചിട്ടുണ്ട്. 2-3 വട്ടമാണെങ്കിൽ സമ്മതിച്ചിട്ടുണ്ട്. ചന്ദ്രൻ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ചന്ദ്രൻ അണ്ണം വന്നപ്പോ ചന്ദ്രന്റെ സ്വഭാവം മാറി. ചന്ദ്രൻ സ്വഭാവം മാറിയാ? അണ്ണ വന്നപ്പോ ഇച്ചാന്റെ അടുത്ത് എന്തിനാണ് സംസാരിച്ചേ? ഇച്ചാന്റെ അവന്റെ അടുത്ത് സംസാരിക്കണതിന്റെ എന്തേലും ടോൺ ഞാൻ മാറിയാ? ഇച്ചാന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരുന്നതിന്റെ ഈകളൊന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കാണ്ടിരുന്നു കുറച്ചു നേരം. അല്ലാണ്ട് ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല, ആരെടുത്ത് ഒന്നും സംസാരിച്ചിട്ടില്ല. നിനക്കൊക്കെ വേണമെങ്കിൽ ലൈവ് ഇരുന്ന് നോക്ക്. നീയൊക്കെ ഞാൻ നേരത്തെ മനസ്സിലായി. 2 തുള്ളി വായിലെടുത്ത് വന്ന് അണ്ണന്റെ തുള്ളി വാ സ്വന്തമായിട്ട് പറഞ്ഞ് ആണോ ഇല്ലടാ നിനക്കൊക്കെ? അടുത്ത് നമ്മളെ കണ്ടുള്ള പഴയ റീൽ വീഡിയോ മരണത്തെക്കാൾ വലിയ ശിക്ഷ എന്താണ് ഞാൻ അറിയിച്ചോളാം.
കൊണക്കുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞ ചന്ദ്രനെ കൈ കിട്ടും. ഞാൻ അവന് ഇന്ന് ഞാൻ കൊണച്ചല്ല, അവനെ കരയിക്കും ഞാൻ. കരഞ്ഞടാ, ഞാനങ്ങ് കരഞ്ഞു നിലവിളിച്ചടാ ഡൊമിനിക്ക് കുട്ടേ. ഇവന് മാത്രം എൻ്റെ അടുത്ത് പ്രശ്നമുള്ള കേട്ടോ. ടിജിയില് ഏറ്റവും എൻ്റെ അടുത്ത് പ്രശ്നമുള്ളത് ഡൊമിനിക്കാണ്. ഞാനങ്ങ് കരഞ്ഞടാ ഡൊമിനിക്ക, ഞാനങ്ങ് കരഞ്ഞ്. ഞാനിപ്പോ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനടാ നിന്നെ? സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഞാനിപ്പോ ഇൻ കേസ് നമ്മളെ ടി വി തോറ്റെന്ന് വെച്ചോ, എനിക്ക് ഈ മൂഡ് തന്നെ ആയിരിക്കും. ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ സംസാരിക്കുന്നതും ഞാൻ ലൈവ് ഇടുന്നത്. മനസ്സിലായില്ലേ? നീ ഇപ്പോഴും ഒരിടത്തും, അല്ലെങ്കിൽ നീ ഇപ്പോഴും അവിടെ തന്നെ മുരടിച്ചിരിക്കണതിന്റെ ഒരു റീസൺ നീ ഇങ്ങനെ ബാക്കിയുള്ളവനെ ഉമ്പിക്കണം, ബാക്കിയുള്ളവനെ താഴെ ഇറക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഈ ചിന്ത നിന്റെ മനസ്സിൽ നിന്ന് മാറും, അന്ന് നീ വളരാൻ തുടങ്ങും, നീ രക്ഷപ്പെടും. മനസ്സിലായില്ലേ? സ്വന്തം കാര്യം നോക്കിപ്പോ മച്ചാനെ. എന്ത് പറ്റടാ മക്കളെ, കളിക്കാൻ പറ്റിയില്ല ഈ തവണ, തൊലിഞ്ഞ ടിവിയുടെ ഒരു മാരക പുഷാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്. ടിജിനെ വടവും തിരിയാതെ പണ്ടുകയാണ്. സന്തോഷത്തിൽ ഇരുന്ന ടിജിനെ ഒരു നിമിഷ നേരം കൊണ്ട് അയ്യോ എന്താ ദൈവം അടിക്കരുത്. എന്താ സത്യം പറഞ്ഞ ഇന്നലത്തെ വാറിനെ അഡ്ജസ്റ്റ് ചെയ്ത മൊത്തം നമ്മളാ. അതായത് ചത്തവനെ ഇടിച്ച് കൊന്നതിന് നമ്മളെ ടീമിൽ കളിച്ചോണ്ടിരുന്ന ഒരു പ്ലെയർ മാറിക്കൊടുത്ത് പോട്ട് ഹോൾഡ് ഇട്ടിരുന്നപ്പോ തന്നെ അടിച്ചത്. അവൻ ചെയ്ത് ശരിയാണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ അത് കരഞ്ഞു വാങ്ങിയേക്ക് അത് അവനെ ഇറക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ. നീയൊക്കെ എന്നിട്ട് ഒരുത്തനെങ്കിലും കൊന്നിരുന്നെങ്കിൽ, നീയൊക്കെ വെടിവെച്ച് കൊന്നിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചു തരുമായിരുന്നു. ആ സ്റ്റീവിനെ ഇവര് കൂട്ടത്തിൽ ഒരുത്തന്നെ അവനെ ഇറക്കി, എന്നിട്ട് കളിയും തോറ്റ്. എന്റെ ആളിയ എന്തൊക്കെ തരം ആൾക്കാരെ നമ്മൾ കണ്ടത് ഇന്നലല്ലേ. അവന് കണ്ടന്റുമായി സമാധാനായപ്പോ അവന് കണ്ടന്റുമായി നീയൊക്കെ ഊമ്പയും ചെയ്തു. എന്ത് കാര്യമുണ്ട്? ഇനിയിപ്പോ ഉടനെ അടുത്ത ലൈവ് വരും കേട്ടോ. ചന്ദ്രന്റെ പേരൊക്കെ ഇട്ടിപ്പോ അടുത്ത ഡൊമിനിക് കളിയാണ് എനിക്ക് സിക്കിയത് കാണണം. ചന്ദ്രൻ ചാലഞ്ച് ലൈവിൽ പവർ റേഞ്ചേഴ്സ് കണ്ട് ഡയറക്റ്റ് എന്താ പവർ റേഞ്ചേഴ്സ് കണ്ടോണ്ടിരുന്നത് ചോദിച്ചാനെ. ഇതൊക്കെ കാണണ്ടേ? എന്താ ടി വി ഒക്കെ ചന്ദ്ര ടി വി ക്യാരക്ടേഴ്സ് ഞാനോ നമ്മളവിടെ കുത്തിക്കുന്നു, അവിടെ കടിച്ചു തീർക്കുന്നു. മനസ്സിലായില്ലേ? ഇങ്ങനെ പോകുന്നു, ഇവിടെ കറക്കി കിട്ടുന്നു, ഓടി വരണവന്മാരെ വീട്ടിൽ. അതെ അവരെങ്ങനെ അറിഞ്ഞേട്ടാ? അവരെങ്ങനെ അറിഞ്ഞ് നമ്മളെ ഇടിക്കാ പറഞ്ഞു? ഔട്ട്പുട്ട് ഓക്കെ കൊമ്പ, ബൈ ബൈ. ഒരുത്തരെടുത്ത് ഇടിച്ച് ഏറിലും കയറ്റി, അവനെ ചവിട്ടി മതിലും കയറ്റി, ബാക്കിയുള്ളവരെ കിണ്ടി എടുത്ത് എറിയുകയും ചെയ്തു. പ്ലാനിങ്ങും എല്ലാം പാളിയിട്ട എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. കൊല്ലം അണ്ണു അവളെന്നെ ഇട്ടിട്ട് പോയി. കൺഗ്രാചുലേഷൻസ് എടാ. സംഭവം കിംബോയ്സ് ശരത്തേട്ടനാണ് എനിക്ക് മേക്കപ്പ് ഒക്കെ ഇട്ട് ഇറക്കുന്നയാ. പെരേര നിന്റെ അച്ഛനും
അണ്ണാ പെണ്ണിന്നേലും ഒരു ചെക്കനായാലും മതി. എടാ കിച്ചൂറ് പോണേ, എടാ പിതാവില്ലാത്ത ശൂന്യനായ ശ്വാനന് പറഞ്ഞവനെ, പട്ടിക്ക് പറഞ്ഞവൻ. നമ്മളെ കിച്ചണിലെ വിളിച്ചിറക്കിയത് ഒരു ഉണ്മയാണ് വിളിച്ചാണ്. പിന്നെ കളിക്കാം. എടാ ചന്ദ്ര, നീ എന്നെ തോപ്പിക്കുകയാണെങ്കിൽ ഞാൻ ലൈവിൽ ഇരുന്നിട്ട് കശം ചൊറിയോ? എന്റെ ക്ലാസ്സിലുള്ളവർക്ക് കമ്മിറ്റഡ് ആണ്. ഞാനിപ്പോ ആന്റിയാണ് നോക്കുന്നത്. എടാ പിതൃശൂന്യനായ ശ്വാനന് പറഞ്ഞ മങ്കുണ മത്താപ്പ. വെരി ഹാപ്പി ചേട്ടാ, ചേട്ടൻ തിരിച്ച് കംബാക്ക് അടിച്ച് വന്നതില്. നമ്മള് ഇനി പ്രതീക്ഷിക്കണ ചേട്ടന്റെ ലൈവുകൾ. ഓക്കെ, ലവ് യു മാമ. മുമ്പ് അതെന്റെ കോറല്ലേ, അതെന്റെ കോറല്ലേ, ശ്രദ്ധിക്കണേന്നാ. ഡേയ് അയ്യോ, ആരാത്? കർത്താവിന് ഫോൺ നോക്കണമല്ലോ. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. ആരാ? താങ്ക് യു ഫോർ സബ്സ്ക്രിപ്ഷൻ. ഇന്നലെ എന്തൊരു ദിവസമായിരുന്നല്ലേ എന്റെ അമ്മോ. എന്നാണ് ഞാൻ എക്കാലത്തെയും ലിപികളിൽ എഴുതി വെക്കും. താമര തളിരിട്ടതെന്നൊരു സർഫസ് സർഫ്രാസ് ബ്രോ, താങ്ക് യു ഫോർ സബ്സ്ക്രിപ്ഷൻ. താങ്ക്സ് എ ലോട്ട്. ലവ് യു ഉമ്മ. താങ്ക് യു ബ്രോ. ഫിയറിന്റെ വീഡിയോ കണ്ടില്ല, അപ്പുറത്ത് ഫിയറിന്റെ കണ്ട ഫിയർ കണ്ട്. നമ്മൾ കാണാൻ പോകുന്നത് ഒരു മനുഷ്യൻ ഉറങ്ങുന്നതാണ്. ഒന്നില്ല ഉറങ്ങാം. കോഴിക്കോട് ബീച്ചിൽ ഒരു മനുഷ്യൻ ഉറങ്ങുന്ന ദൃശ്യങ്ങളാണ്. അവിടെ പായ്ക്കാത്ത കഞ്ചാവിനേക്കാൾ ലാഭം ജയിലെന്ന് മനസ്സിലാക്കി ഉറങ്ങുന്നുണ്ട് പാവം. പക്ഷെ അതിലെ പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സൈഡില് പായല് ഡിസൈൻ പോലെ സൈഡിൽ കാണുന്നതെന്ന് പറയുന്നത് ഉണക്കാനിട്ട് കഞ്ചാവ് ഉണക്കാനിട്ട് അതിന് സൈഡിൽ കിടന്ന് ഉറങ്ങാണ് ചേട്ടൻ. വെള്ളയിൽ സ്വദേശി മുഹമ്മദ് റാഫ് പിടിയിലാവുകയും ചെയ്തു. അപ്പൊ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. പുള്ളിയൊരു പുൽപ്പൊക്കെ അവിടെ വിരിച്ച് സുഖമായിട്ടാണ് ഉറങ്ങാണ്. സൈഡില് നമ്മളിൽ കുരുമുളകൊക്കെ ഉണക്കാനിട്ടേക്കുന്ന പോലെ. അവൻ സംഭവം ഇവിടുന്ന് സാധനം വാങ്ങിച്ചോണ്ട് വന്ന് അതിൽ നിന്ന് സാധനം കൊള്ളാന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ടരത്ത് അടിച്ചു. അപ്പൊ തന്നെ ആള് ഹൈയായി, ബോധം പോയി. അപ്പൊ തന്നെ സാധനമൊക്കെ എടുത്ത് വാരി വിതറിയിട്ട് മറ്റേ മുളകൊക്കെ ഉണക്കിയിട്ട് ഇപ്പൊ ആള് കോഴിക്കോട് കണ്ണൂർ സെൻട്രൽ ജയിലില്. അതിന്റെ ഉള്ളിൽ ബ്രാഡുണ്ട് ചേട്ടാ, സത്യം. അതാകുമ്പോ ആ ബ്രാഡ് മെല്ലെ വരും. സർഫ്രാസ് ബ്രോ 5 സബ്സ്ക്രിപ്ഷനാ ബ്രദർ. എടേ സർഫ്രാസ് ബ്രോ, താങ്ക് യു സോ മച്ച് ബ്രോ. ഇറ്റ്സ് എ ലോട്ട്. താങ്ക് യു ഫോർ 5 സബ്സ്ക്രിപ്ഷൻ. താങ്ക് യു സോ മച്ച്. Hey, Surprise bro, open the chat. ഇതെന്റെ ഫുഡ് വന്നു കേട്ടോ. ഒരു സെക്കൻഡ്. എന്തോ ഇത് തോന്നിയാസോ? ഒരുമാതിരി
ഇവ ആരും നല്ല നോട്ടിഫിക്കേഷൻ തരും. എന്നെ നോട്ടിഫിക്കേഷൻ തരണ കുഞ്ഞാണ് അവള്. അല്ലേടി? അല്ലേ? ഞാൻ നോട്ടിഫിക്കേഷൻ തരുന്ന ആളാ. എന്നിട്ട് ഇവിടെ വന്നിട്ട് എൻ്റെ ടേബിളിനടിയിരിക്കും എൻ്റെ കൂടെ. ഞാൻ വീട്ടിലെന്തോ സാധനം വാങ്ങിച്ചെന്നാലും ആദ്യം അത് ഓപ്പൺ ചെയ്യണ എൻ്റെ ഇവക്കുട്ടിയാണ്. ഈ വീട്ടിൽ ആര് വന്നാലും അവരെ പോയി വെൽക്കം ചെയ്യുന്ന എൻ്റെ ഇവക്കുട്ടിയാണ്. അല്ലേ ഇവക്കുട്ടി? എന്നെ ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ പണിയെടുപ്പിക്കുന്നത് എൻ്റെ ഇവക്കുട്ടിയാണ്. എന്തൊക്കെ പണിയാ എനിക്ക് തരുന്നത് അറിയാമോ? ഒരു ദിവസം രാവിലെ തുടങ്ങിയ തൊട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇല്ല വീഡിയോ ഇല്ല, വയ്ക്കണം. കുടിക്കും. നീ ഉണ്ടാക്കണ രാധോസിനെ കാണാൻ പറഞ്ഞത് കണ്ടാ? ഫുഡ് വന്നിട്ടേ ഇപ്പൊ വരാം. ഞാൻ പറയാൻ പോന്നു. നിങ്ങൾ എന്തോ വിചാരിച്ചെന്റെ ഇവയെ കുറിച്ച്? ഈ വീട്ടിൽ എന്നെ ഈ വീട്ടിൽ കയറി ചെയ്യണമെങ്കിലേ ഇച്ചിരി പുളിക്കും. മാറി. ഈ വീട്ടിൽ സാധനം അകത്തും പുറത്തും, അകത്ത് വരുന്നുണ്ടെങ്കിൽ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഇവരുടെ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്ത് പോകുന്നുള്ളൂ. ലൈറ്റ് ഓഫ് ചെയ്തില്ല. ലൈറ്റ് ഇവിടെ കിടക്കട്ടെ, കുഴപ്പമില്ല. ആളുണ്ട് അവിടെ ആളുണ്ട്. എന്തിനാ ഇത്? ഞാൻ അവിടെ നേരത്തെ പേടുണ്ട് പറഞ്ഞിട്ട് പേടിപ്പിച്ചോൾക്ക് ഇപ്പൊ പണി. ഓഹോ, അപ്പൊ ഓക്ക് പനി വരാൻ കാരണം നീയല്ലേ? വെറുതെ അല്ല. എടാ, ഈ പ്രേതത്തിന്റെ സാധനമൊന്നും ഇല്ല, അതെല്ലാം വെറുതെ അല്ലേ? അച്ഛ അവിടെ പേടുണ്ട് അച്ഛ, ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടിന്. Makai no sora de pika pika, chibiyaku de mokokoro wa pura. Thank you so much for the 5 subscription again. Thank you. Thank you so much, brother. Thank you. Means a lot, bro. Means a lot. Thank you so much. Love you, bro. മാക്സിമം ബ്രോ മറ്റേ വീഡിയോ മാക്സിമം ബ്രോ ഇന്നത്തെ എന്താ ടി വി മറ്റൊരു ഗ്യാങ് പോലെ ചന്ദ്ര ടി വി മറ്റൊരു ഗ്യാങ് പോലെ പേടിക്കേണ്ടതൊരു കാര്യമുണ്ട്. കണ്ണാപ്പി ആൻഡ് സിംഗിൾ ലോലൻ കഴിഞ്ഞ ടീച്ചറിന് എന്താണ് ഒരു കാര്യമുണ്ട്. കണ്ണാപ്പി ആൻഡ് സിംഗിൾ ലോലനെ കഴിഞ്ഞ ടി ജെ പ്രീവാറിന് നോക്കിയാൽ തിരിയും കാരണം ആയിരിക്കും വഴി. ഓക്കെ അങ്ങനെ KVSSR ഇത് കാണണം. ഇത് കുറെ അത്യാവശ്യം 8 മിനിറ്റ് ഉണ്ട് ചേച്ചിയുടെ. 8 മിനിറ്റ് ഉണ്ട്. നമുക്ക് അത്രയും നേരം എന്നാൽ നമുക്ക് ഈ ഒരൊറ്റ വീഡിയോ കണ്ടിട്ട് സിറ്റിയിലോട്ട് കയറേണ്ടി വരും. ഓക്കെ ആണോ? എടാ നിങ്ങൾ ഈ വീഡിയോ ഉണ്ടോ? SRK ഇവിടെ നൈസ് ആയിരുന്നല്ലേ? കൊണക്കുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ചന്ദ്രന്റെ കൈ കിട്ടും. ഞാൻ അവന് ഇന്ന് ഞാൻ കൊണച്ചല്ലോ തരീക്കും. ഞാൻ വെയിറ്റ് ചെയ്യും. ചന്ദ്രൻ എനിക്ക് അവനെ എടുക്കല്ലേ ഞാൻ എടുത്തോളാം.
ഡൊമനിക്ക്, ഞാൻ നിന്റെ അടുത്ത് എന്താണ് നിനക്ക് എൻ്റെ അടുത്ത് ഇത്ര പ്രശ്നം? ഞാൻ നിന്റെ അടുത്ത് എന്തിനാ ഉണ്ടായി ചോദിച്ചത്? എടാ ഹെഡ്ലൈറ്റ്, ഇത് എന്റെ ഹെഡ്ലൈറ്റ് പോലെ ഇരിക്കുന്നത്, അതിങ്ങ് ഒരു തടാന്ന് മാത്രല്ലടാ ചോദിച്ചുള്ളൂ. അല്ലാണ്ട് നിന്നെ ഞാൻ വല്ലതും പറഞ്ഞോടാ? അതിന്റെ ഞാൻ നീ എന്നെ പൂർവ്വം വന്ന് വിളിച്ചോണ്ടടാ കഴിവില്ലാത്ത കഴിവേറടാ മോനെ. അല്ല നീ അങ്ങനെ എന്നെ അങ്ങനെ വിളിക്കല്ലേ? മോശം ബ്രോ, കുറച്ചൊക്കെ നമുക്ക് തോന്നണം. ഞാൻ ബ്രോനെ ഒരു തെറി പോലും വിളിച്ചിട്ടില്ല, മനസ്സിലായോ? നിന്നെ ഒരു തെറി പോലും വിളിച്ചിട്ടില്ല. നീ എന്റെ ലൈവ് എടുത്ത് നോക്കിക്കോ.